നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തീപിടുത്തം. ഗുരുവായൂർ മഞ്ജുളാൽത്തറയിൽ പുതിയ കുചേല പ്രതിമ സ്ഥാപിച്ചു. പെരിഞ്ഞനത്തെ ദേശീയപാതയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. തൃപ്രയാറിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജറുടെ ബൈക്ക് മോഷണം പോയി. വാർത്തകൾ വിശദമായി. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തീപിടുത്തം. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. കേന്ദ്രത്തിലെ മതിൽക്കെട്ടിനകത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്തെ പുല്ലിനാണ് തീപിടിച്ചത്. പുകയുന്നത് കണ്ട ഉടൻ തന്നെ ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമം ആരംഭിച്ചതിനാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരുന്നത് തടയാൻ കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ നാട്ടിൽ നിന്നെത്തിയ അഗ്നിശമന വിഭാഗവും ചേർന്ന് തീ പൂർണ്ണമായും അണച്ചു. കേന്ദ്രത്തിന്റെ പിൻഭാഗത്ത് ഒരേക്കറോളം ഭാഗം മുഴുവനായി പുല്ല് വളർന്ന് കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയാണുള്ളത്. നിരവധി ആളുകൾ വന്നു പോകുന്ന തീരദേശത്തെ പ്രധാന ആരോഗ്യ കേന്ദ്രവുമാണിത്. ഗുരുവായൂർ മഞ്ജുളാൽത്തറയിൽ പുതിയ കുചേല പ്രതിമ സ്ഥാപിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പ്രതിമ മാറ്റി 6 അടി ഉയരത്തിലുള്ള കരിങ്കൽ മാതൃക പ്രതിമയാണ് സ്ഥാപിച്ചത്. ചലച്ചിത്ര നിർമ്മാതാവ് വേണു കുന്നപ്പിള്ളി വഴിപാടായി 2.5 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് പുതിയ പ്രതിമ നിർമ്മിച്ചത്. തന്ത്രി ചേന്നൂർ ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപ കൊളുത്തി പ്രതിമയുടെ സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OV അരുൺ കുമാർ, എക്സിക്യൂട്ടീവ് NK അശോക് കുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ MN രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. വഴിപാടുകാരനായ വേണു കുന്നപ്പിള്ളിയെയും ശില്പി ഉണ്ണി കാനായിയെയും ദേവസ്വം ആദരിച്ചു. അതിൻ്റെ ആ അന്തസ്സിനനുസരിച്ച് തന്നെ വിജയൻ്റെ പ്രതിമയും പുതുക്കി പണിയേണ്ടതുണ്ട്, നവീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ചിന്തയാലാണത് മാറ്റിവെക്കപ്പെട്ടത്. ഇന്ന് നമ്മളുടെയൊക്കെ ആഗ്രഹത്തിനനുസരിച്ച്, നമ്മളുടെയൊക്കെ ആലോചനകൾക്കനുസരിച്ച് വളരെ മനോഹരമായ രീതിയിൽ ശ്രീ വേണു കുന്നപ്പിള്ളി തന്നെ മുൻകൈയെടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. പെരിഞ്ഞനത്തെ ദേശീയപാതയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഗുരുവായൂരിലേക്ക് പോയിരുന്ന KSRTC ബസും എതിരെ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. തൃപ്രയാറിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജറുടെ ബൈക്ക് മോഷണം പോയി. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജറുടെ ബൈക്ക് മോഷണം പോയി. തൃപ്പയാർ കിഴക്കേനടയിലുള്ള പ്രൈഡ് മൾട്ടിവെൽത്ത് സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മാനേജർ എറണാകുളം സ്വദേശി അനൂപിന്റെ ബൈക്കാണ് ചൊവ്വാഴ്ച മോഷണം പോയത്. കഴിഞ്ഞ ദിവസം മറ്റൊരാളുടെ ബൈക്കും ഇതേ പ്രദേശത്ത് നിന്ന് മോഷണം പോയിരുന്നു. രാവിലെ 10 മണിയോടെയാണ് സംഭവം. തൃപ്പയാർ കിഴക്കേനടയിലുള്ള പ്രൈഡ് മൾട്ടിവെൽത്ത് സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഏരിയ മാനേജറാണ് ഇദ്ദേഹം. കിഴക്കേനടയിലുള്ള കുഴിങ്കൽക്കടവ് റോഡിൽ ബൈക്ക് പാർക്ക് ചെയ്ത് ഓഫീസിലേക്ക് പോയി തിരികെ വന്നപ്പോൾ ബൈക്ക് കാണാതായത്. സമീപ പ്രദേശങ്ങളിൽ അന്വേഷിച്ചെങ്കിലും ബൈക്ക് കണ്ടെത്താനായില്ല. തുടർന്ന് സമീപത്തെ CCTV ക്യാമറയുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് ദൃശ്യങ്ങൾ ശേഖരിച്ചപ്പോൾ മോഷ്ടാവ് ബൈക്കുമായി കടന്നു കളയുന്ന ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു. തുടർന്ന് അന്തിക്കാട് പോലീസിൽ പരാതിയും നൽകിയിരുന്നു. നാട്ടികയിൽ വ്യാപാരിയുടെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ നിയോജക മണ്ഡലം യൂണിറ്റ് ഭാരവാഹികൾ പ്രതിഷേധിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ കൗങ്ങലിന്റെ വീട്ടിലേക്ക് പടക്കങ്ങളും ഗുണ്ടുകളും എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഇതേ തുടർന്ന് 30,000 രൂപയുടെ നിർമ്മാണ സാമഗ്രികൾ കത്തിനശിക്കുകയും ചെയ്ത സംഭവത്തിൽ സംഘടനയുടെ ജില്ലാ നിയോജക മണ്ഡലം യൂണിറ്റ് ഭാരവാഹികൾ പ്രതിഷേധിച്ചു. നാട്ടിക ബീച്ചിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയ നേതാക്കളും പ്രവർത്തകരും യോഗം ചേർന്ന് പ്രതിഷേധിച്ചു. മലപ്പാട് യൂണിറ്റ് പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ, ജില്ലാ സെക്രട്ടറിമാരായ ജോഷി മാത്യു തേറാട്ടിൽ, യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി നൈസൺ മാത്യു, വൈസ് പ്രസിഡന്റുമാരായ വിമൽ രാജ്, വിനോദ് കക്കറ, സെക്രട്ടറിമാരായ പ്രിയൻ SN പുരം, ശ്യാം വിൽവട്ടം, രതീഷ് ചെർ, RA മുഹമ്മദ്, KG ശ്രീരാജ്,
MA ഹാരിസ്, അനിൽകുമാർ, യൂസഫ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വിജയലഹരിയിൽ വ്യാപാരിയുടെ വീടിന് നേരെ നടത്തിയ ആസൂത്രിതമായ ആക്രമണം ഒരിക്കലും വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ലെന്നും ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുവാൻ ഓരോ പൗരനും അവകാശമുണ്ടെന്നും എത്രയും വേഗം ഇതിന് നേതൃത്വം നൽകിയ പ്രതികളെ കണ്ടെത്തണമെന്നും ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ ആവശ്യപ്പെട്ടു. NES കായലോരം ടൂറിസം ക്ലബിന്റെ ഈ വർഷത്തെ കായലോര ഫെസ്റ്റ് ശനിയാഴ്ച റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് വാർത്താസമ്മേളനത്തിലൂടെ ഭാരവാഹികൾ അറിയിച്ചു. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഈ മാസം 20-ന് വൈകിട്ട് മന്ത്രി കെ രാജൻ നിർവഹിക്കും. ബെന്നി ബെഹന്നാൻ MP മുഖ്യാതിഥിയാകും. മികവ് തെളിയിച്ച സിനിമാ താരങ്ങൾക്ക് രാമു കാര്യാട്ട് അവാർഡും മറ്റു വിദ്യാഭ്യാസ അവാർഡും ചികിത്സാ സഹായവും നൽകും. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ നയിക്കുന്ന നൃത്തസന്ധ്യ, വിവിധ കലാപരിപാടികൾ, DJ നൈറ്റ് തുടങ്ങിയ കലാപരിപാടികൾ നടക്കുമെന്ന് NES ചെയർമാൻ ശിവൻ കണ്ണോളി, ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, AN സിദ്ധപ്രസാദ്, VD സന്ദീപ് തുടങ്ങിയവർ തൃപ്പയാറിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു. കൈപ്പമംഗലം ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് അടിയന്തിരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ET ടൈസൺ MLA ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകി. ചളിങ്ങാട് ഭാഗത്ത് റോഡിലെ പൊടിശല്യത്തിന് പരിഹാരം കാണണമെന്നും കുഴിച്ചെടുത്ത മണ്ണ് റോഡിൽ നിന്ന് എത്രയും വേഗം നീക്കം ചെയ്യണമെന്നുമാണ് ആവശ്യം. നാട്ടിയ ഫർക്കാസ് ശുദ്ധജല പദ്ധതിയിൽ കാലഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനായാണ് റോഡ് പൊളിച്ചത്. റോഡിന്റെ മധ്യഭാഗം കുഴിച്ചാണ് 700 mm വ്യാസമുള്ള DI പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തി നടക്കുന്നത്. പൈപ്പിട്ട് കുഴി മൂടിയെങ്കിലും വാഹനങ്ങൾ കടന്നു പോകുമ്പോഴുള്ള പൊടി മൂലം വ്യാപാരികളും വീട്ടുകാരും യാത്രികരും ദുരിതത്തിലായിരിക്കുകയാണ്. കുഴിച്ച മണ്ണ് റോഡിൽ കിടക്കുന്നതും ഗതാഗത തടസ്സമുണ്ടാക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും പൈപ്പ് സ്ഥാപിക്കൽ കഴിഞ്ഞാൽ റോഡ് വേഗത്തിൽ ടാർ ചെയ്യണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് നിവേദനം നൽകിയിട്ടുള്ളത്. തൃശൂർ സെൻട്രൽ സഹോദയ നീന്തൽ മത്സരത്തിൽ 5 സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കി കഴിമ്പ്രം സ്വദേശി ധനിഷ്ഠ ജിംജി. ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ മാളയിൽ നടന്ന തൃശൂർ സെൻട്രൽ സഹോദയ നീന്തൽ മത്സരത്തിൽ 5 സ്വർണ്ണ മെഡലുകളാണ് ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയും വാഴപ്പുള്ളി കുടുംബാംഗവും VC ജിംജിയുടെ മകളുമായ ധനിഷ്ഠ ജിംജി കരസ്ഥമാക്കിയിരിക്കുന്നത്. വാടാനപ്പള്ളിയിൽ വൻ രാസലഹരി മരുന്നുവേട്ട. ക്രിസ്തുമസ് പുതുവത്സര വിപണി ലക്ഷ്യമിട്ട് നെതർലാൻഡ്സിൽ നിന്ന് കൊറിയർ മുഖാന്തരം എത്തിച്ച അതിമാരകമായ മയക്കുമരുന്നാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് തളിക്കുളം സ്വദേശി സംഗീതിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. അന്താരാഷ്ട്ര വിപണിയിൽ $1000 വില വരുന്ന കാലിഫോർണിയൻ സൺഷൈൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്രത്യേകതരം LSD-യുടെ 50-ൽ പരം സ്റ്റാമ്പുകളാണ് പിടിച്ചെടുത്തത്. നെതർലാൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാസലഹരി മാഫിയയാണ് ഇതിന് പിന്നിലെന്ന് എക്സൈസ് അറിയിച്ചു. വാടാനപ്പള്ളി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നി ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ വീട് പണി ആരംഭിച്ചോ? ഇനി പലവിധ ഷോപ്പുകൾ കയറി അലയേണ്ട. തൃപ്പയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂമായ ബിൽടെക്കിൽ നിന്ന് കമ്മീഷൻ ഇല്ലാതെ വീടുപണിക്ക് ആവശ്യമായ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്ക്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഡോർ ലോക്സ് ആൻഡ് ഹാർഡ്വെയർസ്, SS ആൻഡ് PVC വാട്ടർ ടാങ്ക്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകും. ഇവിടെ നിന്നും വിലക്കുറവിൽ ഇടനിലക്കാരില്ലാതെ ഫിക്സഡ് പ്രൈസിൽ ബാർകോഡ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങി സംതൃപ്തിയോടെ മടങ്ങാം. ബിൽടെക്, തൃപ്പയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം നിയർ തൃപ്പയാർ പോളി ജംഗ്ഷൻ. ഫോൺ 8590191910. വർദ്ധിച്ചുവരുന്ന കറണ്ട് ബില്ല് നിങ്ങൾക്കൊരു ബാധ്യതയാകുന്നുണ്ടോ? എങ്കിൽ ബോൾഡ് സ്കൈ എനർജിയെ സമീപിക്കുക. 25 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടി 70% സബ്സിഡിയിൽ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി ഉയർന്ന കറണ്ട് ബില്ലിൽ നിന്നും മോചനം. സോളാർ ഇൻസ്റ്റാളേഷന് പുറമെ ഞങ്ങളുടെ മറ്റു സേവനങ്ങൾ ഇൻവെർട്ടർ, വാട്ടർ പ്യൂരിഫയർ, വാട്ടർ ഹീറ്റർ, സ്ട്രീറ്റ് ലൈറ്റ് എന്നീ സേവനങ്ങൾക്കും സമീപിക്കുക. ബോൾഡ് സ്കൈ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്, തൃശൂർ, തൃപ്രയാർ. ഫോൺ 9961689932 8848173421. യുവർ പെർഫെക്റ്റ് സോളാർ എനർജി സൊല്യൂഷൻ. നാഗഭൂഷിത പദങ്ങളും ചടുലതാളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം പരിണചർമ്മവും മണിഗണങ്ങളും വാസുകി പരിവിശോഭിതം വിമലവക്ഷസുംഭവഭയാവഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ
സദാശിവ നീലകണ്ഠതപ നീലകണ്ഠവുമതിൽ കുളഞ്ഞുരവിമാലയും ഭൂവിശോഭ വഴിയും കരങ്ങളിൽ ഭ്രമണമാരവകളും തുണി ശൂലപാണേ Mahadeva Creations. വാർത്താനേരം തുടരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊപ്പം പതിവ് തെറ്റിക്കാതെ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം നടത്തി വാർഡ് മെമ്പർ ആന്റോ തൊറയൻ. താന്യം ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലെ മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊപ്പമാണ് പതിവ് തെറ്റിക്കാതെ വാർഡ് മെമ്പർ ആയ ആന്റോ തൊറയൻ കേക്ക് മുറിച്ച് തൊഴിലാളികൾക്ക് നൽകി ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം നടത്തിയത്. കൂടാതെ മധുരവിതരണവും നടത്തി. പരിപാടിക്ക് കിസ്മത്ത് പിയൂസ്, സജിത സുനിൽ, ലില്ലി ജോസ് കൊമ്പൻ, വിജയ പ്രകാശൻ, ഗിരിജ കൊടപ്പുള്ളി, രേണുക റിജു, വത്സല അശോകൻ എന്നിവർ നേതൃത്വം നൽകി. നമുക്കറിയാം, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുതിയ മെമ്പറൊക്കെ ആയിട്ടുണ്ട് ഈ വാർഡിൽ. പക്ഷേ 21-ാം തീയതിക്ക് ശേഷമാണ് അത് ചാർജ് എടുക്കുന്ന പ്രക്രിയ നടക്കുന്നതിനാൽ നിലവിൽ 20-ാം തീയതി വരെ ഉള്ള ഈ നിലവിലുള്ള മെമ്പർമാർക്ക് ചാർജ് ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടിയിട്ടാണ് ഈ തവണയും നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഏതൊരു ആഘോഷവും കൂടെ ഓണമായാലും മറ്റാഘോഷങ്ങളൊക്കെ ആയി തന്നെയാലും നമ്മുടെ ഈ വാർഡിലെ ഏറ്റവും മനോഹരമായി തൊഴിലുറപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള തൊഴിലാളികളോടൊപ്പമാണ് ആഘോഷിക്കാറ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആദ്യമേ കൃത്യമായ ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം നൽകിയ സഹകരണത്തിന് കൃത്യമായി നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ കണിമംഗലം പാലത്തിനു സമീപത്ത് ഗതാഗത തടസ്സം മാറ്റമില്ലാതെ തുടരുന്നു. കണിമംഗലം പാലം മുതൽ പാലക്കൽ നരസിംഹമൂർത്തി ക്ഷേത്രം വരെയുള്ള 250ഓളം മീറ്റർ ദൈർഘ്യത്തിലുള്ള റോഡ് പുനർനിർമ്മിക്കാതിരിക്കുന്നതാണ് ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നത്. കുറുക്കാഞ്ചേരി മുതൽ ഇരിങ്ങാലക്കുട വരെയുള്ള റോഡ് ഈ ഭാഗം ഒഴികെ കോൺക്രീറ്റ് ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞു. കണിമംഗലം പാലത്തിനു സമീപമാണ് റോഡ് ഏറെ പരിതാപകരമായ സ്ഥിതിയിലായിരിക്കുന്നത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ വാഹനങ്ങൾ വേഗം കുറച്ചു പോകേണ്ടി വരുന്നതിനാൽ ഗതാഗത കുരുക്ക് പതിവാകുകയാണ്. തൃശൂർ MG റോഡിലെ പടിഞ്ഞാറേക്കോട്ട ഭാഗത്ത് ഫുട്പാത്തും റോഡും കയ്യേറി രേഖകളില്ലാത്ത മുച്ചക്ര വാഹനങ്ങളിൽ പഴവർഗ്ഗങ്ങൾ കച്ചവടം ചെയ്തു വന്നിരുന്ന 3 വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു. കച്ചവടം മൂലം യാത്രക്കാർക്ക് സുഗമമായി ഫുട്പാത്തിലൂടെ നടന്നു പോകാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. സഞ്ചാരത്തിന് തടസ്സം വരാത്ത മറ്റൊരു ഭാഗത്തേക്ക് കച്ചവടം മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രേഖകളില്ലാത്ത വാഹനങ്ങളിൽ കച്ചവടം നടത്തിയതിന് 3 വാഹനങ്ങൾക്കും ചേർത്ത് 12,750 രൂപ പിഴ ചുമത്തിയതായി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു പറഞ്ഞു. സ്വകാര്യ ബസിന്റെ അമിതവേഗം ചോദ്യം ചെയ്തതിന് യാത്രക്കാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമം. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിലാണ് സംഭവം. പോർക്കുളം സ്വദേശി കണ്ണാത്തുപറമ്പിൽ ഗോപിക്കാണ് മർദ്ദനമേറ്റത്. കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സോണി ബസിലെ ഡ്രൈവറാണ് ആക്രമണം നടത്തിയതെന്ന് ഗോപി പറഞ്ഞു. അമിത വേഗത ചോദ്യം ചെയ്തപ്പോൾ ഡ്രൈവർ ബസ് നിർത്തി സീറ്റിനടിയിൽ നിന്ന് ഇരുമ്പ് പതിപ്പിച്ച മരക്കഷ്ണം എടുത്ത് ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ആക്രമണത്തിൽ കണ്ണിനുൾപ്പെടെ പരിക്കേറ്റ ഗോപി കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വധശ്രമത്തിന് കേസെടുത്ത് പോലീസ് ആക്രമിക്കായി അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെ ആനയിടിഞ്ഞ് ഭക്തർ വരി നിൽക്കുന്ന ഫ്ലൈ ഓവർ തകർത്തു. ചൊവ്വാഴ്ച രാത്രിയോടെ ശ്രീധരനാണ് ഇടഞ്ഞത്. വിളക്കെഴുന്നള്ളിപ്പിന്റെ 4ാം പ്രദക്ഷിണം കൊടിമരത്തിനടുത്തെത്തിയപ്പോൾ ശ്രീധരൻ അനങ്ങിയില്ല. പാപ്പാൻ ബാബു കൊമ്പിൽ പിടിച്ചതോടെ ആന തട്ടുകയായിരുന്നു. ഒഴിഞ്ഞുമാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മുന്നോട്ട് കുതിച്ച ആന ഫ്ലൈ ഓവർ കുത്തിമറിച്ചിട്ടു. ഇതേ തുടർന്ന് എഴുന്നള്ളിപ്പ് നിർത്തി കൊമ്പൻ ഇന്ദ്രസന്റെ മുകളിൽ നിന്ന് കോലമിറക്കി. ഇടഞ്ഞാൽ കൂട്ടാനകളെ കുത്തുന്ന പ്രകൃതക്കാരനാണ് ശ്രീധരൻ. ഇതറിയാവുന്ന പാപ്പാന്മാർ ഉടൻ തന്നെ ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന മറ്റ് 2 ആനകളെയും പുറത്തിറക്കി. ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന ഭക്തരെ തിടപ്പള്ളി വഴിയും ഭഗവതിക്കെട്ടു വഴിയും പുറത്താക്കി. ആനപ്പാപ്പാന്മാരും ക്ഷേത്രം ജീവനക്കാരും ജാഗ്രത പാലിച്ചതിനാൽ കൂടുതൽ അപകടങ്ങൾക്കിടവന്നില്ല. ആനത്താവളത്തിൽ നിന്ന് കൂടുതൽ പാപ്പാന്മാരെത്തി വടം ഉപയോഗിച്ച് ആനയെ നിയന്ത്രണ വിധേയമാക്കി. 11 മണിയോടെ ആനയെ പുറത്തിറക്കി പൂത്തേരി പറമ്പിൽ തളച്ചു. മറ്റൊരാനയെ കൊണ്ടുവന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കി. ആറങ്ങോട്ടുകരയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ ദേശമംഗലം സ്വദേശി വിജയകുമാർ, മകൻ വിഷ്ണു, എറണാകുളം സ്വദേശി കാർ ഡ്രൈവർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെ പഴയ സത്യൻ തിയേറ്ററിന് സമീപമായിരുന്നു അപകടം. കാർ നിയന്ത്രണം വിട്ട് ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളും സമീപത്തെ വീട്ടിലേക്ക് ഇടിച്ചു കയറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തീപിടുത്തം.
ഗുരുവായൂർ മഞ്ജുളാൽത്തറയിൽ പുതിയ കുചേല പ്രതിമ സ്ഥാപിച്ചു. പെരിഞ്ഞനത്ത് ദേശീയപാതയിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. തൃപ്രയാറിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജറുടെ ബൈക്ക് മോഷണം പോയി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.